ഗുഡ് മോർണിംഗ് ആസ്പിറൻസ്. ഒരു പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ വർഷത്തെ പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ദ പേപ്പർ വാസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പേപ്പർ തന്നെയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എക്സാമിനേഷൻ എഴുതിയ ഓരോരുത്തർക്കും അവരുടെ കറന്റ് അഫയേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് 2026 UPSC എക്സാമിനേഷൻ കാണിച്ചു തരുന്നുണ്ട്. സോ എക്സാമിനേഷൻ കഴിഞ്ഞു വന്ന ഓരോരുത്തരും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം കറന്റ് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഏകദേശം 28 മുതൽ 30 ചോദ്യങ്ങൾ വരെ, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ സ്റ്റാറ്റിക് ടോപ്പിക്കിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കറന്റ് അഫയേഴ്സ് ഉൾപ്പെടെ ഏകദേശം 28 മുതൽ 30 ചോദ്യങ്ങൾ വരെ കറന്റ് അഫയേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ കറന്റ് അഫയേഴ്സിൽ നിന്ന് വന്നൊരു വർഷമായിരുന്നു ഈ 2026 എന്ന് പറയുന്നത്. പല ചോദ്യങ്ങളും ബ്ലണ്ടർ ചോദ്യങ്ങൾ വരെ വന്നു. ഇപ്പോ ഫിസിക്സിന്റെ നോബൽ പ്രൈസിലേക്ക് നമുക്കതൊക്കെ കാണാം. ഫിസിക്സിന്റെ നോബൽ പ്രൈസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റി പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കറന്റ് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിരുന്നു. ഏവിയേഷൻ സെക്ടറിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കറന്റ് ആൻഡ് റെലവൻസ് ഉള്ള ഫാക്ടുകളെ UPSC ഈ വർഷം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അനന്ത IAS അക്കാഡമിയുടെ അണ്ടറിൽ ഡെയിലി ന്യൂസ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കറന്റ് ഒരു വർഷമാകാൻ പോവുകയാണ്. കഴിഞ്ഞ ജൂണിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തത്. സോ വാസ് ദിസ് ഹെൽപ്ഫുൾ? UPSCയിലെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ, ചോദ്യങ്ങൾ ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറന്റ് അഫയേഴ്സ് ഹെൽപ്പ് ആയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഒന്ന് രണ്ട് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മാപ്പിംഗ് ക്വസ്റ്റൻ ഒക്കെ ചെയ്യാനായിട്ട് പറ്റി. നമ്മുടെ സിറിയ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ എങ്ങനെ UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ റിഫ്ലക്ട് ചെയ്തു എന്നാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോസസ്സ്, ദെൻ തുടക്ക കാലഘട്ടങ്ങളിൽ ഞാനായിരുന്നു, ദെൻ വിജയ് സാർ ഉണ്ടായിരുന്നു, ദെൻ കറന്റ് അക്കാഡമിക് ഹെഡ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ കറന്റ് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് അനന്തയില് ഊന്നി ചെയ്തത് കൊണ്ടാണ് എത്ര തിരക്കുകൾ ഉണ്ടായാലും നമ്മൾ ആ കറന്റ് അഫയേഴ്സിനെ, അന്നത്തെ കറന്റ് അഫയേഴ്സിന് സംസാരിച്ച കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? എന്റെ പേഴ്സണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കറന്റ് അഫയേഴ്സിനെ നിങ്ങളുടെ സ്റ്റാറ്റിക് പോർഷന്റെ റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊരു വാർത്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ സ്റ്റാറ്റിക് ടോപ്പിക്കുകളിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകും. എന്തൊക്കെ ചോദ്യങ്ങളാണ് അതിൽ നിന്ന് ചോദിക്കാൻ പാകം ഉള്ളത് എന്ന് തോന്നും. കറന്റ് പ്രോബ്ലം എന്താണെന്ന് കൂടിയിട്ട് നമ്മൾ പറഞ്ഞു വെക്കും. ഇതായിരുന്നു നമ്മളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ബിൽഡ് ചെയ്യുന്നത്. സോ ഇനി വരാൻ പോകുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത്, ഇനി വരാൻ പോകുന്ന ആസ്പിറൻസിനോടും ഞാൻ പറയുന്നത്, യൂസ് യുവർ ന്യൂസ് പേപ്പർ ആസ് എ റിവിഷൻ ടൂൾ. റിവിഷൻ ചെയ്യാനായിട്ടുള്ള, അല്ലാണ്ട് മൈക്രോ ഫാക്ടുകൾ തപ്പി പോകാണ്ട് റിവിഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് നിങ്ങൾ കറന്റ് അഫയേഴ്സിനെ മാറ്റുക. ഓക്കെ, സോ നമ്മളുടെ കറന്റ് അഫയേഴ്സ് ടോപ്പിക്കുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇൻ സ്പേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. നോക്കി, ഇൻ സ്പേസിനെ കുറിച്ച് നമ്മളുടെ കറന്റ് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മൾ ഇൻ സ്പേസിനെ കുറിച്ചിട്ടും NSIL കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ കറന്റ് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അഗ്നികുൽ കോസ്മോസ്, അഗ്നിബാൺ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഈ എല്ലാ പോയിന്റുകളിലേക്കും നമ്മളുടെ കറന്റ് അഫയേഴ്സ് വെച്ചിട്ട് എത്താനായിട്ട് പറ്റില്ല. പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റണം. സോ ഇൻ സ്പേസ് നമ്മളുടെ കറന്റ് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, കമ്മിങ് ടു ദ സെക്കൻഡ്, ഈ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ വിട്ടേക്കുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഗ്രീൻ ഹൈഡ്രജൻ. ഗ്രീൻ ഹൈഡ്രജൻ ഈ വർഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് എവിടെയാണ്? ഹിന്ദുവിന്റെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിൽ പലപ്പോഴും ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഈ വർഷം ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം എന്താണ്? ഷിപ്പിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഷിപ്പിംഗ് ഫ്യൂവലിനെ ഗ്രീനർ ആക്കാനായിട്ട് നമ്മൾ പോകുന്നു.
അല്ലെങ്കിൽ ഷിപ്പിംഗ് ഫ്യൂവലിനെ ഡീകാർബണൈസ് ചെയ്യാനായിട്ട് പോകുന്നു. സോ അതിന്റെ ഒരു ഡിസ്കഷനിൽ, ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ മാരിടൈം ഗ്രീൻ ഫ്യൂവൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഡിസ്കഷനിൽ നമ്മൾ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ? ഇലക്ട്രോളിസിസ് പ്രോസസ്, ഞാൻ അവിടെ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് കാണിച്ചു തന്നായിരുന്നു. ഇലക്ട്രോളിസിസ് പ്രോസസ്സിലൂടെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഹൈഡ്രജനെയാണ് ഗ്രീൻ ഹൈഡ്രജൻ. ദെൻ വാട്ട് ഈസ് ബ്ലൂ ഹൈഡ്രജൻ? ദെൻ വാട്ട് ഈസ് ഗ്രേ ഹൈഡ്രജൻ? അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രജനെ കുറിച്ചിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കി. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഓഫ് ഇന്ത്യ എയിംസ് ഫോർ abatement of nearly 50 million metric ton of annual greenhouse gas emission by 2030. ഇത് ഇപ്പുറത്തുള്ള ഫോട്ടോ ഞാൻ മിനിസ്ട്രിയുടെ ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തപ്പോഴേക്കും എന്താണ് നമ്മളുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ എൻവിറോൺമെന്റ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു വെബ്സൈറ്റിലേക്ക് പോവുകയും അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് പോയിന്റുകളിൽ, അതായത് ഫോട്ടോ കാണിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് പോയിന്റുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ ആണ് എന്ത്? 50 million metric ton ഓഫ് കാർബൺ എബേറ്റ്മെന്റ് ക്യുമുലേറ്റീവ്ലി. സോ അതങ്ങനെ തന്നെ ആരെടുത്ത് ചോദിച്ചിരിക്കുകയാണ്? UPSC എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ എത്രത്തോളമാണ് കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായോ? കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ഏതാണ്? ഏവിയേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ട്. ഏവിയേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ്? രണ്ടും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് ബ്ലാക്ക് ബോക്സിനെ കുറിച്ചിട്ടുള്ള ചോദ്യം, ദെൻ ഹൾ ഇൻഷുറൻസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഈ ഇൻഷുറൻസ് എങ്ങനെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. രണ്ടിനും ആധാരം എന്താണ്? ഡെഫിനറ്റ്ലി കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ എവിടെയായിരുന്നു? ഗുജറാത്തില് ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി, ഇന്ത്യയെ ഞെട്ടിച്ച ഏറ്റവും വലിയ ഫ്ലൈറ്റ് ദുരന്തങ്ങളിൽ ഒന്ന്. ദെൻ മഹാരാഷ്ട്രയില് ഒരു VVIPയുടെ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി അദ്ദേഹം മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. സോ ഫ്ലൈറ്റ് ക്രാഷസ് ഇന്ത്യയിൽ കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴായി കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? ഹിന്ദു എഡിറ്റോറിയലിൽ പല പ്രാവശ്യം വന്നിട്ടില്ലേ? ഇന്ത്യസ് ഏവിയേഷൻ സേഫ്റ്റി ക്രൈസിസിനെ കുറിച്ചിട്ട്, ഇന്ത്യസ് ഏവിയേഷൻ സേഫ്റ്റി ക്രൈസിസിനെ കുറിച്ചിട്ടുള്ള പല ഡിസ്കഷനുകളും എവിടെ വന്നിട്ടുണ്ട്? ഹിന്ദുവില് വന്നിട്ടുണ്ട്. സോ ഈ സമയങ്ങളിലെല്ലാം നമ്മൾ കറണ്ട് അഫയേഴ്സിലെ ഏവിയേഷൻ സെക്ടറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ഇതും ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിൽ പലപ്പോഴായിട്ട് വന്നിരിക്കുന്ന വാർത്തകളിലെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള വാർത്തകളായിരുന്നു. ലാർജ് ലാംഗ്വേജ് മോഡലുകളെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മെറ്റയ്ക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഗൂഗിളിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. സോ ഈ കേസുകൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഹിന്ദുവിലെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ആർട്ടിസ്റ്റുകളുടെ, അതായത് ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകളുടെ വാല്യൂസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ വർക്കുകളെ മിസ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പല കേസുകളും ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ, ഇങ്ങനെ ഒരു വാർത്ത ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടോ? ഹൗ ഇന്ത്യൻ ഫേംസ് ആർ ട്രെയിനിങ് LLM. സോ ഇത് നമ്മളുടെ AI സബ്മിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന ഒരു ഡിസ്കഷൻ ആണ്. സോ യു ആർ ഫെമിലിയർ വിത്ത് ദ ടോപ്പിക്. ലാർജ് ലാംഗ്വേജ് മോഡൽ എന്താണ് എന്ന് നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ കറണ്ട് അഫയേഴ്സിലൂടെ ലാർജ് ലാംഗ്വേജ് മോഡൽ ഫെമിലിയർ ആയ ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൂടെ? തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. സംശയമുണ്ടോ? സോ ഇവിടെ സ്റ്റുഡൻസിന് സംശയം വന്ന ഒരു കാര്യമാണ്. എന്താണ്? LLM പ്രൊഡ്യൂസ് അൺബയസ്ഡ് ഔട്ട്പുട്ട്സ് ആണോ? അതായത് ലാർജ് ലാംഗ്വേജ് മോഡലിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൺബയസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ത് സംഭവിക്കും? ബയസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നൽകും. ഗ്രോക്ക് അതിന് ഉദാഹരണമാണ്. എന്താണ്? ഗ്രോക്കിനോട് പെട്ടെന്ന് പോയിട്ട് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോക്ക് എന്ത് ഉത്തരം പറയും? എനിക്കിപ്പോ ഉത്തരം പറയാനായിട്ട് സാധ്യമല്ല, ഐ എം നോട്ട് ഏബിൾ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയും. കാരണം എന്താണ്? ഗ്രോക്ക് അല്ലേ ചൈനയുടെ ആപ്പ്. ഓക്കെ, സോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? എനിക്കതിന് ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? അൺബയസ്ഡ് ആയിട്ടുള്ള, അൺബയസ്ഡ് അല്ല ബയസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് നമ്മൾ അതിനെ ഫീഡ് ചെയ്തിരിക്കുന്നത്, ഈ ലാർജ് ലാംഗ്വേജ് മോഡലിനെ ഫീഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ നിന്നുള്ള ഔട്ട്പുട്ട്സ് ആയിരിക്കും. സോ ഇൻപുട്ട് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാകുക. ഇൻപുട്ട് ബയസ്ഡ് ആണെങ്കിൽ ഔട്ട്പുട്ടും ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ഇതെല്ലാം ലോജിക്കിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കാൻ, നമ്മൾ പഠിച്ച കറണ്ട് അഫയേഴ്സിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം.
സോ ലാർജ് ലാംഗ്വേജ് മോഡലിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു എന്താണ് ഒരു ഹൈ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഏത്? RN മൽഹോത്ര കമ്മിറ്റിയെ കുറിച്ചും LC ഗുപ്ത കമ്മിറ്റിയെ കുറിച്ചും ഊർജിത് പട്ടേൽ കമ്മിറ്റിയെ കുറിച്ചും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം. ഇതിൽ RN മൽഹോത്ര കമ്മിറ്റി നമ്മൾക്ക് അറിയാമെങ്കിലും, എന്താണ്, ഇൻഷുറൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുമെങ്കിലും പെട്ടെന്നുള്ള തിരക്കിൽ, കാരണം ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, ഇത് മൊത്തം വായിച്ചു തീർക്കണം എന്നൊരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ബാലികേറാമല നമ്മളുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് നമ്മുടെ കോമൺ സെൻസിലേക്ക് മാറ്റി നിർത്തും. സോ ഇവിടെ ഈ RN മൽഹോത്ര കമ്മിറ്റിയുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെ തെറ്റാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ പറയുന്നത് ഉർജിത് പട്ടേൽ കമ്മിറ്റിയെ നമ്മൾ എവിടെയെങ്കിലും കറണ്ട് അഫയേഴ്സിൽ കേട്ടിട്ടുണ്ടോ? ഉർജിത് പട്ടേൽ കമ്മിറ്റി മോണിറ്ററി പോളിസി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ, RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സെഷനാണ് ഉർജിത് പട്ടേൽ കമ്മിറ്റി. ഓക്കെ, സോ ഉർജിത് പട്ടേൽ കമ്മിറ്റി 2013 കാലഘട്ടങ്ങളിലാണ് എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള സജഷൻ വെച്ച ഒരു കമ്മിറ്റിയാണ് ആര്? ഉർജിത് പട്ടേൽ കമ്മിറ്റി എന്നുള്ളതും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിലൂടെ ലഭിക്കാവുന്ന ഫാക്റ്റ് ആണ്. ദെൻ RN മൽഹോത്ര കമ്മിറ്റി നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. RN മൽഹോത്ര കമ്മിറ്റി നിങ്ങൾ നിങ്ങളുടെ എക്കണോമിക്സ് ടെക്സ്റ്റുകളിൽ നിന്ന് പഠിക്കേണ്ടത്. എന്നാലും ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ വി ആർ ഫെമിലിയർ വിത്ത് സം ഓഫ് ദ വേർഡ്സ് അല്ലെങ്കിൽ സം ഓഫ് ദ ഓപ്ഷൻസ് ത്രൂ കറണ്ട് അഫയേഴ്സ്. നമ്മൾ അൺഅവയർ ആയിട്ടല്ല ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. വി നോ സം ഫാക്ട്സ് ആൻഡ് ദാറ്റ് ഈസ് ഗെയിൻഡ് ത്രൂ അവർ ന്യൂസ് പേപ്പർ റീഡിങ്. ഓക്കെ, സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്. ദെൻ സസ്റ്റൈനബിലിറ്റി ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തെറ്റിക്കരുത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സസ്റ്റൈനബിലിറ്റി ബോണ്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബോണ്ടുകളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരു ബോണ്ടാണ് കാറ്റസ്ട്രോഫെ ബോണ്ട്സ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു അപകടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കലാമിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സോ അതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ബോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെയുള്ള ബോൺസിനെയാണ് കാറ്റസ്ട്രോഫെ ബോൺസ് എന്ന് പറയുന്നത്. സോ ഈ സമയത്ത് നമ്മൾ ഡിഫറെന്റ് ബോൺസുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബോൺസ് എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ കടപത്രം, ഇറ്റ്സ് എ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ്. ഡെറിവേറ്റീവ് അല്ല, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. കടപത്രമാണ് എന്ത്? ബോൺസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അയാൾ തിരിച്ച് നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു തന്നോളാം എന്ന് പറയുന്ന പത്രം പോലെ തന്നെ ഗവൺമെന്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്, ട്രഷറി ബിൽസുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സിന്റെ സ്റ്റാറ്റിക് ടോപ്പിക്കിൽ പെടുന്ന ഒരു സംഭവമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് അഫയേഴ്സുമായി ലിങ്ക് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ്? സസ്റ്റൈനബിലിറ്റി ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ റയർ എർത്ത് എലമെന്റ്സുമായി ബന്ധപ്പെട്ട ചോദ്യം. സോ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷനിൽ അല്ലെങ്കിൽ വെറുതെ പത്രം വായിച്ച ഒരാൾക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കോമൺ സെൻസിലേക്ക് വളരണം. എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്? ചൈന ഹാസ് ദ ഹയസ്റ്റ് ഷെയർ ഓഫ് മൈനിങ് റെയർ എർത്ത് എലമെന്റ്സ്. ഓക്കെ, ചൈന ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഷെയറിംഗ് റയർ എർത്ത് എലമെന്റ്. റയർ എർത്ത് എലമെന്റുകൾക്ക് മൈൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചൈനയാണ്. ഡെഫിനറ്റ്ലി ആയിരിക്കണം. കാരണം ഞാൻ കറണ്ട് അഫയേഴ്സ് വായിക്കുന്ന ഓരോ സമയങ്ങളിലും ചൈനയാണ് റയർ എർത്ത് എലമെന്റിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എവിടേക്ക് ഇത് മൈൻ ചെയ്യുന്നുണ്ട്? അങ്ങ് ആഫ്രിക്കൻ റീജിയനിൽ വരെ ചൈനയിൽ നിന്നുള്ള ആളുകൾ പോയിട്ട് മൈൻ ചെയ്തിട്ട് സാധനം തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവിടുത്തെ ഒരു എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചിട്ട് ഹിന്ദുവിൽ വാർത്തയുണ്ടായിരുന്നു. ദെൻ ഐ ആം 100% ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഫോളോഡ് ബൈ ഇന്ത്യ. USA അവിടെ ഒരു മെയിൻ പ്ലെയർ ആണ്, ഓസ്ട്രേലിയ അവിടെ ഒരു മെയിൻ പ്ലെയർ ആണ്, ഡിഫറെന്റ് അതർ പ്ലെയേഴ്സ് ആർ ദർ. ഇന്ത്യ റയർ എർത്ത് എലമെന്റിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് മിഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും റയർ എർത്ത് എലമെന്റിന്റെ മൈനിങ്ങിന്റെ കാര്യത്തിലും പ്രൊഡ്യൂസിങ്ങിന്റെ കാര്യത്തിലും ഇന്ത്യ അത്ര വലിയ കൺട്രീസ് ഒന്നുമല്ല. ഓക്കെ, ഇന്ത്യയും ഓസ്ട്രേലിയയുമായിട്ടുള്ള റിലേഷൻ, ഇന്റർനാഷണൽ റിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സമയത്തും ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എന്താണ്? റയർ എലമെന്റ്സുകൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. സോ ഇതിനെല്ലാം മൈൻ ചെയ്യാനായിട്ട് ഒരു കമ്പൈൻഡ് എഫേർട്ട് നമുക്ക് വേണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യനും ഈസിലി വാക്കബിൾ ക്വസ്റ്റ്യൻ ആണ്.
അൺടിൽ യു നോ ദാറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണെന്ന് എല്ലാവരും കൃത്യമാക്കും. UPSC എഴുതുന്ന ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള വിദ്യാർത്ഥി പോലും, അതായത് ഏറ്റവും എന്താണ് പ്രിപ്പറേഷൻ കുറഞ്ഞ ഒരു വിദ്യാർത്ഥി പോലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എടുക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് യു ഗെറ്റ് ഇറ്റ് ത്രൂ കറന്റ് അഫയേഴ്സ് ഓർ ദ കോമൺ സെൻസ്. ദെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന്റെ ഒരു എന്താണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. 13 അല്ല, ഏകദേശം 17 മിനറൽസ് ഉണ്ട്. അതായത് താഴെ കിടക്കുന്ന ഒറ്റ വരി റയർ എർത്ത് എലമെന്റുകൾ 2 വരി ഉണ്ട്. നമ്മളുടെ ഞാൻ അതിന്റെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളുടെ പീരിയോഡിക് ടേബിളിന്റെ താഴെ കിടക്കുന്ന 2 വരികളിൽ മുകളിലത്തെ വരിയും ദെൻ ഇവിടെ ഈ മെയിൻ പോർഷനിൽ കിടക്കുന്ന 3-4 എലമെന്റ്സുകൾ കൂടി ചേർന്ന് എത്ര വരും? 17 എലമെന്റ്സുകളാണ് റയർ എർത്ത് എലമെന്റ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന എന്താണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസ്കഷൻ. ദിസ് വാസ് എ ബ്ലണ്ടർ ക്വസ്റ്റ്യൻ ഐ വുഡ് സേ. എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പകരം ക്വാണ്ടം ടണലിംഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാമായിരുന്നു. നമ്മളുടെ കറന്റ് അഫയേഴ്സിൽ ഫിസിക്സിന്റെ നോബൽ പ്രൈസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എക്സ്പ്ലോറിംഗ് ജോൺ ക്ലെർക്ക്, മൈക്കൽ ഡിവോട്ട് ആൻഡ് ജോൺ മാർട്ടിനിസ് എന്ന് പറയുന്ന 3 പേരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ക്വാണ്ടം ടണലിംഗ്, അതായത് ഒരു മതിലിനെ ക്വാണ്ടം പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്വാണ്ടം പാർട്ടിക്കിൾസിന് കടന്നു പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരു മതിലിനെ കടന്നിട്ട് അപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റുമോ? ഇതെന്താ പ്രേതമോ? സോ ഇതിനെയാണ് ദൈവകണങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. സോ ഈ ക്വാണ്ടം പാർട്ടിക്കിളിന് അങ്ങനെ പ്രത്യേകതകളുണ്ട്. സോ ഒരു ആറ്റത്തിന്റെ ഉള്ളിലൂടെ കടന്ന അപ്പുറത്തെ പാർട്ടിക്കിളിലേക്ക് പോകാനായിട്ടുള്ള ഒരു കഴിവ് എന്തിനുണ്ട്? ക്വാണ്ടം പാർട്ടിക്കിൾ. സോ ക്വാണ്ടം ടണലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ജോൺ ക്ലെർക്ക് അടങ്ങുന്ന 3 അംഗ സംഘത്തിന് എന്ത് കിട്ടിയത്? ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഇടേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത് അല്ലെങ്കിൽ UK ബോൺ ചെയ്തത് എന്നുള്ളത് നമുക്ക് ഓർത്തു വെക്കാനായിട്ടോ പഠിക്കാനായിട്ടോ പറ്റുന്ന ഒരു വസ്തുതയല്ല. ഓക്കെ, സോ ദ ടോപ്പിക് വി കവേർഡ് ഇൻ അവർ കറന്റ് അഫയേഴ്സ്. ദെൻ മാൻഗ്രൂവ് എക്കോസിസ്റ്റത്തെ കുറിച്ച് പലപ്പോഴായിട്ട് നമ്മളുടെ കറന്റ് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുവിലെ എഡിറ്റോറിയലില് പല പ്രാവശ്യങ്ങളിലും വന്നിട്ടുണ്ട്. ദ സയന്റിസ്റ്റ് ഹു മെയ്ഡ് മാൻഗ്രൂവ് എ ബസ് വേർഡ്. സോ ദെൻ ഹുലോക്ക് ഗിബൺസിനെ കുറിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി നമ്മളുടെ കറന്റ് അഫയേഴ്സിൽ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ഇൻമേറ്റ് ആണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹാബിറ്റാറ്റ് ആണ് ആര്? ഹുലോക്ക് ഗിബൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് അറിയാം. ഇങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? നോർത്ത് ഈസ്റ്റ് ഇന്ത്യയാണ് ഇതിന്റെ മേജർ ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ മേജർ ഒരു കേന്ദ്രം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ ആസാമില് പർട്ടിക്കുലർലി ഹുലോക്ക് ഗിബൺസിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു പർട്ടിക്കുലർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പർട്ടിക്കുലർ നാഷണൽ പാർക്ക് ഹുലോക്ക് ഗിബൺസിന് വേണ്ടിയിട്ട് ആസാം. സോ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക അനിമലാണ് ഈ ഹുലോക്ക് ഗിബൺസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സോ ഇതെല്ലാം എന്താണ്? നമ്മളുടെ കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇതോ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ IUCN റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ദെൻ ഇത് ബ്രാഞ്ചിലൂടെ ഇങ്ങനെ ചാടി നടക്കുന്ന ഒരു എന്താണ് സ്പീഷീസ് ആണ് എന്നാണ് പറയുന്നത്. അതായത് തൂങ്ങി ഇങ്ങനെ ആടി അടുത്ത ജില്ലയിലേക്ക് പോവുകയും അവിടെ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോവുകയും ചെയ്യുന്ന സ്പീഷീസ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദേ പൊസസ് എ സ്ട്രോങ് ആൻഡ് ഹെവി ബിൽഡ് ലൈക്ക് എ ഗൊറില്ലാസ്. ഇത്രയും ചെറിയൊരു സ്പീഷീസിനെ കാണിച്ചിട്ട് പറയാണ് അജാനബാഹുവായിട്ടുള്ള ഗൊറില്ലയുടെ അത്രയും വലിപ്പമുള്ള ഒരു സ്പീഷീസ് ആണ്. യെറ്റ് ആർ റിമാർക്കബിളി അജൈൽ ട്രീ ക്ലൈംബേഴ്സ്. അല്ല, തേർഡ് സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, ദെൻ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനെ കുറിച്ചിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. വൈ? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരാനായിട്ടുള്ള സാധ്യത ഉണ്ടായത്? ഡെഫിനറ്റ്ലി ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. സോണിയാഗാന്ധി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിയുടെ
ഈ അടുത്ത കാലത്ത് കണ്ട ഒരു മികച്ച ആർട്ടിക്കിൾ ആയിരുന്നു ഹിന്ദു പബ്ലിഷ് ചെയ്ത ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ടിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ. സോ കുറെ കാലമായിട്ട് ഞാനൊരു എന്താണ് ഹിന്ദുവിന്റെ എഡിറ്റോറിയലിലൊന്നും ആരെ കണ്ടിട്ടില്ല, സോണിയാഗാന്ധിയുടെ എഡിറ്റോറിയലുകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ സോണിയാഗാന്ധി എഴുതിയ ഒരു എഡിറ്റോറിയൽ നമ്മളുടെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളുടെ മിനിസ്റ്റർ എഴുതിയ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മിനിസ്റ്റർ എഴുതിയ ഒരു എഡിറ്റോറിയൽ ആയിരുന്നു ഈ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ അമരാവതി സ്തൂപ. അമരാവതി സ്തൂപ എവിടെയാണ്? സോ അമരാവതി സ്തൂപ എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു വെള്ള നിറത്തിലുള്ള ഒരു സ്തൂപയാണ്. ഇറ്റ് ഈസ് ഇൻ ആന്ധ്രാപ്രദേശ്. ബേസിക് ഇൻഫർമേഷൻ എനിക്കറിയാവുന്നത് ആന്ധ്രാപ്രദേശ്. കമ്മിങ് ടു അവർ ഡിസ്കഷൻ, പിപ്രവാ റിലിക്സുമായി ബന്ധപ്പെട്ടിട്ട് കറണ്ട് അഫയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി പിപ്രവാ റിലിക്സുമായി ബന്ധപ്പെട്ടിട്ട് കറണ്ട് അഫയേഴ്സ് വന്ന സമയത്ത് നമ്മളുടെ ആർട്ട് ആൻഡ് കൾച്ചറിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള സ്തൂപകളെ കുറിച്ച് എന്താണ് റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് എന്ത്? ഈ അമരാവതി സ്തൂപ. ഓക്കെ, കമ്മിങ് ടു ദ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ഇപ്പുറത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? സോ ഇതില് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അജന്ത കേവ് ആണ് വഘോറ റിവറിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന മടിത്തട്ടിൽ കിടക്കുന്ന ഒരു കേവാണ് അജന്ത കേവ്. ഓക്കെ, ഇതിന്റെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കി. അമരാവതി സ്തൂപ ലൈസ് ഇൻ ദ ഗോർജ് ഓഫ് ഗോദാവരി റിവർ. ഗോദാവരി റിവറിന്റെ ഗോർജിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അമരാവതി സ്ഥിതി ചെയ്യുന്നത്. അല്ല, അത് തെറ്റായത് കൊണ്ടാണല്ലോ എ ഓപ്ഷൻ വന്നത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആൻസറിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ അമരാവതി സ്തൂപ ഗോദാവരിയിലല്ല, പകരം കൃഷ്ണ വാലിയിലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സ് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എവിടെ വന്നിട്ടുണ്ട്? ഗോദാവരി റിവറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ചമ്പൽ റിവറിനെ കുറിച്ചിട്ട് പണ്ട് വീണ്ടും ഇതിനുശേഷം വീണ്ടും നമ്മളുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. നർമ്മദ റിവറിനെ കുറിച്ച് വന്നിട്ടുണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലായോ? സോ പണ്ട് ഓപ്ഷൻ ആയിരുന്നത് ഇന്ന് ചോദ്യമായിട്ട് വരികയും അതിലൊരു ഓപ്ഷൻ ഗോദാവരി അല്ല കൃഷ്ണവാലി എന്ന ശരി ഉത്തരത്തിലേക്ക് മാറുകയും ചെയ്തു. ഓക്കെ, സോ കറന്റ് അഫയേഴ്സ് റിവിഷൻ പ്ലസ് PYQ ഇത് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ആണ്. യൂസ് കറന്റ് അഫയേഴ്സ് ഓൾവേസ് ആസ് എ റിവിഷൻ പ്രോസസ്. ഓക്കെ, ദെൻ അഹം കിങ്ഡത്തിന്റെ ബുറിയൽ സൈറ്റ് ആയിട്ടുള്ള മൊയ്തംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വിജയ് സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളിൽ. ദെൻ എന്താണത്? ഇത് ബറിയൽസ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. 20 സെക്കൻഡിൽ ചെയ്തു തീർക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ ഒരു അഹം കിങ്ഡത്തിന്റെ മൊയ്തംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഡെഫിനറ്റ്ലി വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചൊരു ഡിസ്കഷൻ കറണ്ട് അഫയേഴ്സിൽ വന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാം. എന്താണ്? ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ട് കേരളത്തിലെ ഒരു നാച്ചുറൽ ഡീപ്പ് വാട്ടർ സീ പോർട്ടിനെ ഗവൺമെന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഞാൻ നിങ്ങളെ മൈൻഡ് മാപ്പിലേക്ക് പഠിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇന്ത്യ ഇറാൻ വാറൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇറാൻ US വാറൊന്നും ഇത്ര കൊടുമ്പിരിയായിട്ട് നടന്നിട്ടില്ല. എന്നാലും പത്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരും. ഞാൻ പറയാറുണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്, സ്ട്രൈറ്റ് ഓഫ് ഗിബറാൾട്ടർ, സ്ട്രൈറ്റ് ഓഫ് മലാക്ക അല്ലെങ്കിൽ മലാക്കൻ സ്ട്രൈറ്റ്. ഈ 3 സ്ട്രൈറ്റുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇന്നല്ലെങ്കിൽ അടുത്ത വർഷം അത് വരും. കാരണം ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തുടങ്ങി നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയിരുന്ന 3 ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ്. ഏത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും പിള്ളേരെ കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്ന ടോപ്പിക്കുകളാണ്. ഇതിനെ മൈൻഡ് മാപ്പ് ഉണ്ടാക്കി. ദെൻ സിറിയ എവിടെയാണെന്ന് ഡൗട്ട് ഉള്ളവര് സിറിയ എങ്ങനെ കണ്ടുപിടിച്ചു? സിറിയ ഈസ് റിലേറ്റഡ് ടു വേർ? നമ്മളുടെ
ഇസ്രായേൽ ഹമാസ് വാറുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്രായേലിന്റെയും നമ്മളുടെ പാലസ്തീൻ എന്ന് പറയുന്ന കൺട്രി എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്തിന്റെയും എന്താണ് ബോർഡറിംഗ് സ്റ്റേറ്റുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സിറിയ ഉണ്ടായിരുന്നു, ജോർദാൻ ഉണ്ടായിരുന്നു, ഈജിപ്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെന്റ് സ്ഥലങ്ങളെ നമ്മൾ എന്താണ് ഗോളൻ ഹൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ഇതിന്റെ ഭാഗം തന്നെയാണ്. സോ ആ ഒരു മൈൻഡ് മാപ്പ് നമ്മൾ ഗൾഫ് ഓഫ് പേർഷ്യൻ ഗൾഫിന്റെ ഒരു മൈൻഡ് മാപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സിംപ്ലി ഒരു 1 minute to 3 minutes ഇതിന്റെ ആൻസർ കിട്ടണം നിങ്ങൾക്ക്. ഓക്കെ, ദെൻ കമ്മിങ് ടു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണോ? ഡെഫിനറ്റ്ലി അതെ. അന്ന് നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ മെക്കാനിസം, ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി. ഒരാളല്ല ഇത് വെരിഫൈ ചെയ്യുന്നത്, പകരം എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ വെരിഫൈ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ 100 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്ന ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ ഞാൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ വഴി എല്ലാവരിലേക്കും പോവുകയും അവരത് വെരിഫൈ ചെയ്യുകയും ചെയ്യും. ആ വെരിഫിക്കേഷന് അവർക്ക് കിട്ടുന്ന പൈസയാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിവാർഡാണ് എന്ത്? ക്രിപ്റ്റോ കറൻസീസ്. ഓക്കെ, സോ അതിനെ എന്ത് വിളിക്കും? ക്രിപ്റ്റോ മൈനിങ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ കറന്റ് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ക്രിപ്റ്റോ മൈനിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ മെക്കാനിസം. ഞാനൊരു കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കുറച്ച് പേര് ടൂർ പോയി ഒരാൾ ഗജാഞ്ചി ആക്കി എന്നൊക്കെ പറഞ്ഞൊരു കഥയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ് ഇവിടെ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോഷ്യം ബ്ലോക്ക് ചെയിൻ. കൺസോഷ്യത്തിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ഒരു കൺസോഷ്യമായിട്ട് വർക്ക് ചെയ്യുന്നു. കൺസോഷ്യം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 100 പേരുണ്ടെങ്കിൽ ഒരു 10 പേര് ഒരുമിച്ച് ചേർന്നിട്ട് വർക്ക് ചെയ്യുന്നു. സോ കൺസോഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഒന്നുമല്ല, കുറച്ച് ആളുകളിലേക്ക് മാത്രം. ഫോർ എക്സാമ്പിൾ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ മെക്കാനിസം വഴി എല്ലാവരും ഇത് വെരിഫൈ ചെയ്യണം. എന്ത്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഒരു പുതിയ ബ്ലോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇത് വെരിഫൈ ചെയ്യണം. എന്നാൽ കൺസോഷ്യം ബ്ലോക്ക് ചെയിനിൽ എല്ലാവരിലേക്കും ഈ വെരിഫിക്കേഷൻ പോകില്ല, പകരം എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളുകളിലേക്ക് മാത്രമാണ് ഈ ഒരു വെരിഫിക്കേഷൻസ് പോകുന്നത്. ഓക്കെ, സോ കോപ്പീസ് ഓഫ് ദ എൻറ്റയർ ഡാറ്റാബേസ് വിൽ ട്രാൻസ്ഫർ ടു ദ സെലക്ടഡ് മെമ്പേഴ്സ്. അതിനെയാണ് കൺസോഷ്യം ബ്ലോക്ക് ചെയിൻ, അല്ലാണ്ട് പബ്ലിക് പ്രൈവറ്റ് എന്താണ് ഒരു ബ്ലെൻഡിങ്ങിനെ അല്ല കൺസോഷ്യം ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ജസ്റ്റ് ഒരു റഫ് ബ്രീഫിങ്ങിലൂടെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണ്? കറണ്ട് അഫയേഴ്സിനെ ഒരു റിവിഷൻ ടൂളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു പത്രം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിൻസ് ആൻസർ റൈറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഫോം ചെയ്യാനായിട്ട്, നിങ്ങൾക്കൊരു പേഴ്സ്പെക്റ്റീവ് ഫോം ചെയ്യാനായിട്ട് എങ്ങനെ പത്രങ്ങൾ സഹായിക്കുന്നു, അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിലിംസിന്റെ റിവിഷന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിനെ യൂസ് ചെയ്യാം. കറണ്ട് അഫയേഴ്സിൽ ഒരു ദിവസം പൊളിറ്റിയിലെ വാർത്തകൾ ഉണ്ടാകും, എക്കണോമിക്സിലെ വാർത്തകൾ ഉണ്ടാകും, ഹിസ്റ്ററിയിലെ വാർത്തകൾ ഉണ്ടാകും, ജോഗ്രഫിയിലെ വാർത്തകൾ ഉണ്ടാകും, ദെൻ ഇന്റർനാഷണൽ റിലേഷൻസിലെ വാർത്തകൾ ഉണ്ടാകും. ഈ വാർത്തകളെല്ലാം ആ ഒരു ടോപ്പിക് നമ്മൾ എത്ര പ്രാവശ്യം ഒരു ടോപ്പിക് റിവൈസ് ചെയ്യും? കൂടിപ്പോയാൽ 3 പ്രാവശ്യം. എന്നാൽ കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് എല്ലാ ദിവസവും റിവൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലര് ഏറ്റവും മൈക്രോ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരു മൈക്രോ ഐഡിയ വരെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. ആർക്കും കിട്ടാത്തൊരു ഫാക്ട് ഹിന്ദു ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ വായിച്ച് എടുത്ത് എഴുതിയൊക്കെ വെക്കുന്ന ചിലരുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഫാക്ടുകളെ, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ഡെയിലി ന്യൂസ് അനാലിസിസിലൂടെ അല്ലെങ്കിൽ ഡെയിലി കറണ്ട് അഫയേഴ്സിലൂടെ, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടി അത് റിവൈസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, സോ കണക്ട് വിത്ത് യുവർ സ്റ്റാറ്റിക് ടോപ്പിക്സ് വിത്ത് കറണ്ട് അഫയേഴ്സ് ആൻഡ് സ്റ്റഡി. ദെൻ ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് ചെയ്യുക, പ്രിലിംസ് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിഫറെന്റ് അനാലിസിസും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ നിങ്ങൾക്ക് UPSC പേപ്പറിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ലെങ്തി ആയിരുന്നു. ഇത് ഒരുപാട് ലെങ്തി ആയിരുന്നു. ദെൻ ഇറ്റ് ഈസ് ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് സെക്കൻഡ് ടൈം റെഫറൻസ്. സോ
സോ ഒന്നാം പ്രാവശ്യവും രണ്ടാം പ്രാവശ്യവും എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അവർ കേട്ടിട്ടുള്ള കാര്യങ്ങളാകണമെന്നില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ നിങ്ങളൊരു 1 ഇയർ കൃത്യമായിട്ടിരുന്ന് പഠിച്ച് ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്ത് കറണ്ട് അഫയേഴ്സുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ടോപ്പിക്സുകൾ കവർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്കിത് ടഫ് ആണെങ്കിൽ ഡൽഹിയിലെ എന്താണ് AC മുറിയിൽ ഇരുന്ന് UPSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കും ഇത് ടഫ് ആയിരിക്കും. ഓക്കെ, സോ അവിടെ നിങ്ങളുടെ മൈൻഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണ് ഒരു ഇമോഷണൽ ഇന്റലിജൻസ് കൂടിയിട്ട് UPSC പ്രിപ്പറേഷനിൽ ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് കൂടിയിട്ട് വ്യക്തമാക്കി തരുന്ന ഒരു UPSC ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, സോ എക്സാമിനേഷൻ കഴിഞ്ഞു. ഇറ്റ് വാസ് എ ഗെയിം, അല്ലെങ്കിൽ ഇറ്റ് വാസ് പാർട്ട് ഓഫ് അവർ ലൈഫ് ഗെയിം. സോ നിങ്ങൾ റെസ്റ്റ് എടുക്കുക, റിസൾട്ട് ഒക്കെ വരട്ടെ. അത് വരുന്ന സമയത്ത് വന്നോളും, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണാം. ഓക്കെ, സോ താങ്ക് യു.